CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യവും ധാർഷ്ട്യവും CPIMനെ ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് പാർട്ടിയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ തെല്ലും വിശ്വാസമില്ലാത്ത പോലെയാണ് പിണറായി വിജയൻ്റെ പെരുമാറ്റം. ലോക്സഭയിൽ അടിക്കടി കിട്ടുന്ന തിരിച്ചടികൾ അതിൻ്റെ ഉദാഹരണം മാത്രമാണ്. നമുക്കറിയാം, കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റി പകരം TP രാമകൃഷ്ണനെയാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നടപടികൾ, പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിലെ നടപടികൾ, അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യം, RSS നേതാക്കളുമായി ഉന്നത രീതിയിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്ന പല CPIM പ്രമുഖരുമുണ്ട് എന്നുള്ള അൻവറിൻ്റെ വെളിപ്പെടുത്തൽ. അൻവർ കൃത്യമായി പറഞ്ഞത് ADGPയുമായുള്ള ബന്ധവുമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പിണറായി വിജയൻ വലുതായി മിണ്ടുന്നില്ല. പിണറായി വിജയന് കൃത്യമായി അറിയാം ഏതൊക്കെ തരത്തിലാണ് ഡീൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്. 3 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഇപ്പോൾ വരാൻ പോവുകയാണ്. അതിനകത്ത് ഒന്ന് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രണ്ടാമത്തത് 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ്. അതിൽ ചേലക്കരയും പാലക്കാടും ഉൾപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തിന് വിജയസാധ്യത വളരെ കുറവാണ് ഈ 2 മണ്ഡലങ്ങളിലും. ഒന്നാമത്തെ കാര്യം, CPI ധാർമ്മികമായും ഇടതുപക്ഷവുമായി സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല, വയനാട്ടിൽ CPIക്ക് അലവ് ചെയ്തിരിക്കുന്ന സീറ്റ്, അവിടെ CPI സ്ഥാനാർത്ഥിയെ നിർത്തില്ല. അതിനെ മറികടന്നുകൊണ്ട് CPIM സ്ഥാനാർത്ഥിയെ നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭിക്കും. കെട്ടിവെച്ച കാശ് പോലും തിരികെ കിട്ടാൻ സാധ്യതയില്ല എന്ന് CPI തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. CPI ഇതുവരെയും മിണ്ടാതിരുന്നത് ഒരു മുന്നണി മര്യാദയുടെ പേരിലാണ്. അതല്ലാതെ പിണറായിയെ പേടിച്ചിട്ടല്ല. പിണറായിയുടെ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്നാണ് CPI പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജലീലും PV അൻവറും എടുത്തിരിക്കുന്നത് കടുത്ത നിലപാട് തന്നെയാണ്. പല സാഹചര്യങ്ങളിലും ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ കാണിച്ച നിലപാട്, BJPയുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ്റെ ഉന്നതതലത്തിലുള്ള സഹകരണം, കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൾക്കെതിരെയുള്ള എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തീരാക്കളങ്കമായി മാറിയ SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീക്കുപോക്കുണ്ടാവാനും BJPയുമായി കേന്ദ്രത്തിൽ സഹകരിച്ചേ മതിയാകൂ എന്ന് പിണറായി വിജയന് ബോധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIയെ കരുവാക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചത്. അത് ഇനിയും കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട ഉത്തരവാദിത്തം CPIക്കില്ല. CPI ആ നിലപാട് ഏറ്റെടുത്തിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ജലീലും അതുപോലെ PV അൻവറും ഇടതുപക്ഷ മുന്നണി വിട്ടുകൊണ്ട്, ഇരുവരും സ്വതന്ത്രരായാണ് ഇതുവരെയും മത്സരിച്ചത്. അവർ പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചത്. അവർ മുന്നണി വിട്ട് അവർ UDFൻ്റെ ഭാഗമായി കൂടാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. UDF അവരെ പൂർണ്ണമായും സ്വാഗതം ചെയ്തില്ലെങ്കിലും അവർ അവരുടെ നിലപാട് കടുപ്പിക്കട്ടെ, അതിനുശേഷം തങ്ങളുടെ നിലപാട് തങ്ങൾ പറയാം എന്നുള്ള രീതിയിലാണ്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഈ കാര്യത്തിനെ എതിർക്കുകയല്ല, മറിച്ച് സ്വാഗതം എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ മുസ്ലിം ലീഗ് വലിയ തോതിൽ, അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വന്നാൽ തീർച്ചയായും ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ലീഗിന് നിലമ്പൂർ എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ള സീറ്റല്ല, അവിടെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അത് ഏത് രീതിയിലേക്ക് മാറ്റപ്പെടും, ഒരുപക്ഷേ സ്വതന്ത്രനായി UDFിൽ നിന്ന് മത്സരിക്കുമോ എന്നുള്ളത് ഉൾപ്പെടെ കാത്തിരുന്ന് കാണണം.